ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിലെ ഇന്നത്തെയും അതുപോലെ തന്നെ നാളെ നടക്കാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അച്യുതനാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ അച്യുത വാ അകത്തേക്ക് വന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അച്യുതൻ അകത്തേക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്, വേദനയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു വേദന ഉണ്ട്, കണ്ണിനെ കാഴ്ചക്കുറവ്, തലവേദന അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ വലിയ പ്രശ്നം തോന്നുന്നില്ല ഡോക്ടർ. പിന്നെ ഞാനിപ്പോ വന്നതേ ഒരു മാസത്തേക്കുള്ള മരുന്ന് വാങ്ങിക്കാനായിരുന്നു. ഒരു മാസത്തേക്കുള്ള മരുന്നോ? അതെന്താ അച്യുത? ഞങ്ങളെ നാട്ടിലേക്ക് പോവാണ് ഡോക്ടർ. അപ്പൊ ഒരു മാസത്തേക്കുള്ള മരുന്ന് മേടിച്ചിട്ട് പോവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. നാട് എവിടെയാ? അങ്ങ് ദൂരെയാ സാർ, ഒരു നാട്ടുപ്രദേശമാ. അപ്പൊ അവിടെ നല്ല ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലെ? അവിടെ നല്ല ഹോസ്പിറ്റലൊന്നും ഇല്ല. അഥവാ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലേ സിറ്റിയിലേക്ക് പോകണം, 10-20 കിലോമീറ്റർ പോകണം. അപ്പൊ ഒരു അർജന്റ് കാര്യം വന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ? അതെ ഡോക്ടർ. അല്ല, അപ്പൊ അച്യുതൻ ഇങ്ങനെ അവിടെ പോയാൽ അങ്ങനെ ശരിയാവില്ലല്ലോ. അതെന്താ ഡോക്ടർ? അല്ല, അച്യുതൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. അത് അൾസർ അല്ലേ ഡോക്ടർ? അച്യുതന അൾസർ അല്ല, ക്യാൻസർ ആണ്. ഡോക്ടർ എന്തേ പറയണത്? അതെ, ബ്രെയിൻ ട്യൂമർ ആണ്. അത് ഭൂമിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഭൂമിയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയാണ് ഈ വിവരം അച്ഛനെ അറിയിക്കേണ്ട എന്ന് എന്നോട് പറഞ്ഞത്. തൻ്റെ ഭാഗ്യോടെ തൻ്റെ മോള് ആ കുട്ടി പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. തൻ്റെ ഹോസ്പിറ്റലിന് ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ ഓപ്പറേഷനും വേണ്ടി 16 ലക്ഷം രൂപ വേണം. അതിനു വേണ്ടി നെട്ടോട്ട് ഓടും ആ കുട്ടി. ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യമുണ്ട്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും അച്യുതനാകെ തകർന്നു പോവാട്ടോ. ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നിട്ട് നേരെ പുറത്തു പോയിരിക്കുകയാണ്. അന്ന് ഡോക്ടറെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ അച്യുതൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഭൂമി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് കരയുന്നതൊക്കെ അച്യുതൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശേഷം അച്യുതൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ഒരു ലോറിക്കാരൻ വന്നിട്ടുണ്ട്, സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അംബിക ഓരോരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ലോറിക്കാരനോട് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, അതെ ഏട്ടാ, സാധനങ്ങളൊക്കെ തിരിച്ചു വെച്ചോളൂ, ഞങ്ങൾ തൽക്കാലത്തേക്ക് യാത്ര പോകുന്നില്ല. അംബിക ചോദിക്കുന്നുണ്ട്, അതെന്ത് പറിച്ചില്ല അച്യുതേട്ടാ? മോള് കോഫി ഷോപ്പിൽ പോയിട്ട് എല്ലായിടത്തും യാത്ര പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ പോയി യാത്ര പറഞ്ഞു, തിരിച്ചു വരാൻ വേണ്ടി പോകുക. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇപ്പൊ എവിടെയും പോവണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പൈസ ലോറിക്കാരനെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അച്യുതൻ അകത്തേക്ക് പോകുമ്പോൾ അംബിക ചോദിക്കണ്ടേ, എന്താ അച്യുതേട്ട, എന്താ പറ്റിയത്? അച്യുതേട്ടൻ തന്നെ പറഞ്ഞത് നാട്ടിലേക്ക് പോകുന്നു. ഇപ്പൊ അച്യുതേട്ടൻ തന്നെ പറഞ്ഞു നാട്ടിലേക്ക് പോകണ്ടാന്ന്. എന്താ അച്യുതേട്ട കാര്യം? അതെ, നമ്മുടെ ഭാഗ്യമാണ് അംബിക, നമ്മുടെ മോള്. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അവളെ എനിക്ക് വേണ്ടി ജീവിക്കല്ല, മരിക്കുകയാണ് ശരിക്കും. അച്യുതേട്ടൻ എന്തൊക്കെയാ പറയണത്? ഞാനിന്ന് ഡോക്ടറെ കാണാൻ പോയിരുന്നു, ഒരു മാസത്തെ മരുന്ന് മേടിക്കാൻ വേണ്ടിയാ പോയത്. അപ്പോഴാണ് ഡോക്ടറിനോട് പറഞ്ഞത് എനിക്ക് അൾസർ അല്ല, ക്യാൻസർ ആണെന്ന്. അച്യുതേട്ടാ എന്ന് പറയുമ്പോഴേക്കും അതെ സത്യമാണെന്ന് പറയുമ്പോൾ അംബിക കുറച്ചേരം മിണ്ടാതിരിക്കാട്ടോ, പൊട്ടിക്കരഞ്ഞു പോവാണ്. നീ ഇങ്ങനെ തളരല്ലേ, നമ്മുടെ മോള് ഈ വിവരം നമ്മൾ അറിയിക്കാതെ എന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുവാണ്. അവളിത് നമ്മൾ അറിയിച്ച് വെറുതെ വിഷമിപ്പിക്കേണ്ട, നമ്മൾ അവളുടെ മുമ്പിൽ അറിയാത്ത പോലെ നിൽക്കാം. അതുകൊണ്ട് നമുക്കിപ്പോ തൽക്കാലത്തേക്ക് എവിടെയും പോകണ്ട. നമ്മുടെ ഇങ്ങനത്തെ മോൾക്ക് നമുക്ക് എന്ത് കൊടുക്കണം അംബികെ? നമുക്ക് എന്ത് കൊടുക്കണം? നമുക്കൊന്നുമില്ലല്ലോ അച്യുതേട്ട. ഉണ്ട്, ഒരു കാര്യം അവൾക്ക് കൊടുക്കാനുണ്ട്, വേറെ ഒന്നുമല്ല, അവളുടെ സ്വന്തം അച്ഛന്. ആ അച്ഛന്റെ കൈകളിലേക്ക് ആ മോളെ ഏൽപ്പിച്ചേ പറ്റൂ. അതിന് അച്യുതേട്ടനാവോ? ആകും, ആയല്ലേ പറ്റൂ. അവള് വലിയ വീട്ടിൽ വളരേണ്ട കുട്ടിയാണ്. ഈ പട്ടിണി പരവട്ടത്തിന്റെ കൂടെ അവൾ എന്തിനാ നമ്മൾ ഇടണത്? നാടൊരു സമയത്ത് അവൾ സ്വന്തം അച്ഛനെ തിരിച്ചറിഞ്ഞാ നമ്മളോട് ചോദിച്ചാലോ അവളുടെ സ്വന്തം വീട്ടുകാരെന്ന് അവളെ അകറ്റി നിർത്തിയില്ലെന്ന്? അതൊന്നും വേണ്ട. അവളെ നാളെ അവളുടെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കണം. നാളെ എല്ലാവർക്കും ഒരു ഫുഡ് കൊടുക്കണം. നമ്മുടെ പരിചയത്തിലുള്ള എല്ലാവരും വിളിച്ചിട്ട് ഒരു ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അതിൽ അവളുടെ അച്ഛനെ വിളിക്കണം, എന്നിട്ട് അവളുടെ അച്ഛൻ്റെ കൈകളിലേക്ക് അവളെ ഏൽപ്പിക്കണം. അതിന് നമുക്ക് പറ്റുമോ അച്യുതേട്ടാ? അച്യുതേട്ടന് അതിനെ പറ്റുമോ എന്നൊക്കെ അംബിക ചോദിക്കുമ്പോൾ പറ്റണം, പറ്റിയല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അച്യുത ഭയങ്കര പൊട്ടിക്കരയാണ്. നമ്മുടെ അംബികയും കരയുന്നുണ്ട്, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയുവാട്ടോ. അതേസമയം നമ്മുടെ ഭൂമിയുടെ അടുത്തേക്കാണെങ്കിൽ 2 ചേട്ടന്മാർ ചായ കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചായനേക്കാൾ നല്ലത് കോഫിയാണ് സാർ, ബജ്ജിക്ക് കോഫിയാണ് നല്ലത് എന്നിട്ട് കോഫിയൊക്കെ കൊടുക്കുകയാണ്. ശേഷം ലക്ഷ്മി അടുത്തിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ഈ കട എൻ്റെ ജീവനാണ്, ഇത് കട നന്നായിട്ട് നോക്കണമെന്നൊക്കെ പറയുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. അയ്യോ, ഈ കട ഒന്ന് വിട്ടിട്ട് വരല്ലേ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഭൂമി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കെ ഭൂമിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുക കേട്ടോ. നമ്മുടെ സിസ്റ്ററാണ് വിളിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ എടുത്ത് ഭൂമി, എന്നെ മനസ്സിലായോ, ഞാൻ അൽഫോൺസ സിസ്റ്റർ, മനസ്സിലായി, നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് സിസ്റ്റർ, നമ്മുടെ കാര്യം എന്തായി, നാളെയാണ് അത് പരിഗണിക്കണത്. അച്ഛനോട് പ്രത്യേകം പറഞ്ഞു, മിക്കവാറും അത് ഓക്കെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഭൂമിയുടെ അച്ഛൻ്റെ ട്രീറ്റ്മെന്റ് മിക്കവാറും പൈസയൊക്കെ റെഡി ആവാൻ ചാൻസ് ഉണ്ട്. ആണോ എന്ന് പറയുമ്പോൾ അതെ സിസ്റ്റർ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.
അതിന് എന്നോടല്ല, പള്ളിയിലെ എല്ലാവരോടും നന്ദി പറയണം. ഞാൻ ഒറ്റയ്ക്കല്ല ഒന്നും ചെയ്തത്, എനിക്കറിയാം, എല്ലാവരോടും നന്ദി പറയണം. പക്ഷെ സിസ്റ്റർ ഇതിലൊരു മുൻകൈ എടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സിസ്റ്റർ എന്നൊക്കെ ഭൂമി പറഞ്ഞ് ഭൂമിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. എൻ്റെ അച്ഛനോട് ട്രീറ്റ്മെന്റ് പൈസ റെഡി ആയതിൽ സന്തോഷമാണ് ഭൂമി കേട്ടോ. ഭൂമി വേഗം വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നോക്കുമ്പോൾ സാധനങ്ങളൊന്നും എടുത്തൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഭൂമി ചോദിക്കേണ്ട, അല്ല അച്ഛാ എന്താ സാധനങ്ങളൊന്നും എടുത്തു വെച്ചില്ലേ, വണ്ടിക്കാരൻ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, മോളെ നമ്മൾ തൽക്കാലം ഇവിടുന്ന് പോകുന്നില്ല, മോൾക്കതല്ലേ സന്തോഷം, അതാ സന്തോഷം, എൻ്റെ അച്ഛന് സന്തോഷം അതാണോ, ഇപ്പൊ എന്റെയും സന്തോഷം അതാണ്. അച്ഛന് നല്ല ബുദ്ധി തോന്നിയില്ല എന്നിട്ട് ഭൂമി പൊട്ടിക്കരയാണ്. പിന്നെ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. അതെന്താ മോളെ? അതോ അച്ഛൻ്റെ ഓപ്പറേഷനുള്ള പൈസ റെഡി ആയിട്ടുണ്ട്, മിക്കവാറും നാളെ കിട്ടും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭൂമി ഞെട്ടിപ്പോവാട്ട്. ഈശ്വര പറഞ്ഞു പോയല്ലോ. അത് വേറൊന്നല്ല അച്ഛാ, ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിച്ച ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അച്യുതനും അംബികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി മനസ്സിലായി മോളെ എന്ന് പറയണം. അല്ല മോളെന്തിനാ ഇപ്പൊ കരയണത്? സന്തോഷം കൊണ്ടാ. എൻ്റെ മോള് സന്തോഷത്തോടെ വിഷമത്തോടെ കരയണത് അച്ഛനെ ശരിക്കും ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഭൂമി കെട്ടിപ്പിടിക്കണം അച്ഛനാ. അപ്പൊ അച്യുതൻ ചോദിക്കണം, മോളെ നമ്മുടെ കോഫി ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായോ? 2 വർഷം ആവുന്നേ ഉള്ളൂ. എന്താ അച്ഛാ? എന്നാലേ 2 വർഷമായി, നമുക്ക് ആക്കാം. ആക്കാം. നാളെ നമുക്ക് എല്ലാരും കൂടി വിളിച്ചിട്ടെ ഒരു ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്താലോ? 2 വർഷം ആവണ ഒരു ആഘോഷ പാർട്ടി. അത് കൊള്ളാം. അതെ, എല്ലാവരും വിളിക്കണം. നമ്മുടെ മുത്തശ്ശീനെയും പിന്നെ സത്യൻ സാറിനെ വിളിക്കണം, പ്രത്യേകം CS സാറിനെ വിളിക്കണം. എല്ലാവരെയും വിളിക്കാച്ചാ. സത്യൻ സാറ് വരുമെന്ന് ഉറപ്പാക്കണം. സത്യൻ സാർ വരും, ഞാൻ വിളിച്ച വരാതിരിക്കില്ല, എന്നെ മോളെപ്പോലെ ഇഷ്ടമാ എന്ന് പറയുമ്പോൾ അച്യുതനെ സന്തോഷമാവാട്ടോ. ആ വാടക കൊണ്ട് അവിടേക്ക് അലനും തിരിഞ്ഞ് നടക്കണ്ട കേട്ടോ, നമ്മൾ അച്യുതനെ കൊല്ലാൻ വേണ്ടി. ആ സമയം ഭൂമി പറഞ്ഞിട്ട് ഈ സന്തോഷ വാർത്ത ഞാൻ എല്ലാവരോടും പറയട്ടെ എന്നൊക്കെ ഭൂമി ഇങ്ങനെ പറയാട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ കാണിച്ചുള്ളൂ. പക്ഷെ ഞാൻ പറയാൻ പോണ നാളത്തെ എപ്പിസോഡാണ്. നമ്മുടെ ഭൂമി സന്തോഷത്തോടെ നമ്മുടെ അജയന്റെ അടുത്ത് വന്ന് പറയണ്ട്, സാറേ ഒരു സന്തോഷ വാർത്ത ഉണ്ട്, നാളെ എൻ്റെ വീട്ടിൽ വരണം കേട്ടോ, ചെറിയൊരു ഒരു ഒരു വിരുന്നുണ്ട്. അതെന്താണോ ഇത്ര സന്തോഷം? ഞങ്ങളെ നാട്ടിലേക്ക് പോകുന്നില്ല. നാട്ടിലേക്ക് പോകുന്നില്ലോ? അതിനെന്താ കാരണം? എന്തോ സന്തോഷ വാർത്ത ഉണ്ടല്ലോ. എന്താ തന്റെ കല്യാണം ഉറപ്പിച്ചോ? അതൊന്നുമല്ല. പിന്നെ എന്താടോ? അതെ, എൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പൈസ ഒക്കെ അറേഞ്ച് ചെയ്യണമായിരുന്നു സാർ. നാളെ പൈസ റെഡിയാവും. സാറിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, സാറിനോട് മാത്രം ഞാൻ പറയാം കേട്ടോ. കാരണം സാറൊരു പാവമാണ്. എൻ്റെ അച്ഛന് ക്യാൻസറാണ്, അതിനുള്ള പൈസ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. മുട്ടാത്ത വാതിലില്ല, ബാങ്കുകളില്ല. പക്ഷെ അവസാനം റെഡി ആയിട്ടോ, പള്ളി വക ട്രസ്റ്റ് വകയാ പൈസ റെഡിയാക്കണത്. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ നാളെ ഞാനൊരു ഫാദേഴ്സ് ഡേ അറേഞ്ച് ചെയ്യാണ്. ഫാദേഴ്സ് ഡേയോ? അത് കഴിഞ്ഞു പോയില്ലേ? അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ഫാദേഴ്സ് ഡേ നാളെയാണ്. എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ഒരുക്കുന്ന ഒരു ഫാദർ ഡേ. അപ്പൊ സാറ് വരണം, പിന്നെ സത്യൻ സാറിനെ വിളിക്കണം, മുത്തശ്ശിനെ വിളിക്കണം, എല്ലാവരും ഞാൻ വിളിക്കുന്നുണ്ട്. സാർ എല്ലാവരും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ, തീർച്ചയായിട്ടും. അല്ല എപ്പോഴാ പരിപാടി? വൈകിട്ട് 7 മണിക്കാണ് എന്ന് പറയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും വരും, എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും നാളെ തന്റെ വീട്ടിലേക്ക് വന്നിരിക്കും എന്ന് പറയാണ്. ഭൂമിക്ക് സന്തോഷമാവാട്ടോ. അത് പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും വിളിക്കുന്നുണ്ട്. ഭൂമി എല്ലാവരും സന്തോഷത്തിൽ വിവരം അറിയിക്കാട്ടോ. പിന്നെയാണെങ്കിൽ ആ ഒരു ഭൂമി എല്ലാവരും വിളിക്കാനും സദ്യവട്ടങ്ങളും പിന്നെ സംഭവങ്ങളൊക്കെ റെഡിയാക്കണം. അതിന്റെ ഓട്ടത്തിന്റെ സമയത്ത് വീട്ടിൽ നമ്മുടെ അച്യുതനും അംബികയും മാത്രമല്ല, അവർ വിഷമിച്ചിരിക്കാട്ടോ. കാരണം നാളെയാണ് നമ്മുടെ ഭൂമിനെ സ്വന്തം അച്ഛൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കണം. അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ വാടക കൊണ്ട് ഭൂമി അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അച്യുതനെ കൊല്ലാൻ വേണ്ടി അകത്തേക്ക് പോകണം. ഭൂമി എല്ലാം റെഡിയാക്കിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മരിച്ചു കിടക്കുന്ന അച്യുതനെ ആയിരിക്കും കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ മനസ്സ് തകർക്കുന്ന ആ ഒരു എപ്പിസോഡായിരിക്കും നാളത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.